ഹലോ കൂട്ടുകാരെ, വീണ്ടും ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഉപ്പിലിട്ട ചെറുനാരങ്ങ കൊണ്ട് എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് നാരങ്ങ ഉപ്പിലിട്ട് ഭരണിയിൽ ഉപ്പിലിട്ട് ഇച്ചിരി വിനാഗിരിയും ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മാസം ഇങ്ങനെ ഇരിക്കുമ്പോൾ നാരങ്ങ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ജ്യൂസി ആയിട്ട് കിട്ടും. ആ ചെറുനാരങ്ങ ഉപ്പിലിട്ട ചെറുനാരങ്ങ എടുത്ത് ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു. ഇതിൽ നല്ല ഉപ്പും പുളിയും ഒക്കെ നല്ല പിടിച്ചിട്ടുണ്ട്. ഇതാണ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് മാറ്റി വെച്ചു. പിന്നെ കുറച്ച് ഈന്തപ്പഴം, ഇതിന് ഒരു ടേസ്റ്റ് കുറച്ചുകൂടെ കൂടാനായിട്ട് കുറച്ച് ഈന്തപ്പഴം ഒരു 50 ഗ്രാമൊക്കെ മതി. അതിൻ്റെ അകത്തെ കുരു കളഞ്ഞ് അതും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇതിന് ഒരു 2-3 പച്ചമുളക് മതി. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞപ്പൊടി, ഇത്രയാണ് ഇതിന് വേണ്ടത്. ഈ അച്ചാറ് ചോറിനും കഞ്ഞിക്കും ഒക്കെ കൂട്ടാൻ നല്ലതാണ്. ചെറുനാരങ്ങ ഈന്തപ്പഴം അച്ചാർ എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത് മാറ്റി വെക്കാം. വീഡിയോ ഇഷ്ടം എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ. ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഒരു 2 സ്പൂണൊക്കെ മതിയാവും. എല്ലാം അരിഞ്ഞെടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ച് ചൂടാവുമ്പോൾ നല്ലെണ്ണയാണ് ഞാൻ ഒഴിക്കണം. 1 കപ്പോളം നല്ലെണ്ണ ഒഴിക്കണം. അച്ചാറായതുകൊണ്ട് എണ്ണ കുറച്ച് കൂടുതൽ വേണം. അപ്പം അതിലേക്ക് കുറച്ച് ഉലുവ ആണ് ഇട്ട് കടുക് പൊട്ടിച്ചെടുക്കുന്നത്. ഉലുവ പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇടാം. പച്ചമുളക് ഇട്ട് ഇതാവുമ്പോഴത്തേക്കും നമ്മൾ പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത് 2 സ്പൂൺ ഉണ്ടാവും. അതും കൂടി ഇതിലേക്കിട്ട് നല്ലപോലെ മൊരിച്ചെടുക്കണം. ബ്രൗൺ കളർ ആകുന്നവരെ എടുക്കണം. ബ്രൗൺ കളർ ആയി കഴിയുമ്പോഴത്തേക്കുമാണ് ഇതിലേക്ക് ആവശ്യമായ മുളക് പൊടി ചേർക്കാം. ഒരു 2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി മതി. വേറെ പൊടികളൊന്നും ഞാൻ ഇതിൽ ചേർക്കുന്നില്ല. മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും 2 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കിയെടുക്കാം. ഇതിന് വേറെ ഉപ്പിടേണ്ട ആവശ്യമില്ലെന്ന് വെച്ചാൽ ഈ ചെറുനാരങ്ങയിൽ നല്ല ഉപ്പുണ്ട്, ഉപ്പിലിട്ട് വെച്ചിരുന്നതാണല്ലോ. ഇനി 2 സ്പൂൺ വിനാഗിരി ഒഴിച്ച് കുറച്ച് 2 സ്പൂൺ വെള്ളവും കൂടി ഒഴിക്കാം. ഇതിലേക്ക് ഗ്രേവി കുറച്ചുകൂടെ കിട്ടാനായിട്ട് 2 സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് ഈ ഗ്രേവി തിളയ്ക്കണം. ഗ്രേവി ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുനാരങ്ങയും ഈന്തപ്പഴവും കൂടെ ചേർത്ത് ഇളക്കേണ്ടത്. കഷ്ണങ്ങൾ ചേർത്ത് കഴിഞ്ഞ് ഒന്ന് തിളച്ചാൽ മതി. അധികം നേരം വെച്ചേക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഗ്രേവി തിളച്ച് വന്നുകൊണ്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ മിക്സ് ഇതിലേക്ക് ചേർത്ത് ഈന്തപ്പഴവും കൂടെ ചേർത്ത് ഇളക്കി ഒരു തലയൊക്കെ തിളച്ചാൽ മതിയാവും. ഇനി സ്റ്റൗ ഓഫ് ചെയ്യും. ഈന്തപ്പഴം കൂടെ ചേർത്ത് ഇളക്കിയെടുക്കാം. തണുത്ത് കഴിയുമ്പോൾ കുപ്പികളിലാക്കി സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാം. ഒരു 6 മാസം വരെയൊക്കെ കേടാകാതെ ഇരുന്നോളൂ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.